ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഈ വരുന്ന ഫെബ്രുവരി 22-നാണ് എക്സാം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ എത്ര ദിവസം കൂടി മാത്രമേ ഉള്ളൂ? 90 ദിവസം മാത്രമേ ഉള്ളൂ. 90 ദിവസമുണ്ട് നമ്മുടെ മുമ്പിൽ എന്ന് വിചാരിച്ച് ഞാൻ വളരെ പതുക്കെ പഠിച്ചു പോയാലും എത്താം എന്നൊന്നും ആരും വിചാരിക്കരുത്. ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട സമയം തന്നെയാണ്. 90 ദിവസമുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള സമയം തന്നെയാണ്. കാരണം ഈ 90 ദിവസത്തിനകം ഒരു 10 ദിവസം എങ്ങനെ പോയാലും അവധികളൊക്കെ ആയിട്ട് പോകും. ക്രിസ്മസ് വരുന്നു, ഇലക്ഷൻ വരുന്നു, ന്യൂ ഇയർ വരുന്നു. ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. കുട്ടികൾക്കൊക്കെ അവധി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റഡി ടൈമാണ് അവിടെ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേ മതിയാകൂ. എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സെറ്റ് എക്സാമിൻ്റെ മാർക്ക് എത്രയെന്ന് ആരും നിങ്ങളോട് ചോദിക്കില്ല. സെറ്റ് എക്സാം ക്ലിയർ ചെയ്തോ എന്ന് മാത്രമേ ചോദിക്കൂ. അപ്പോൾ നമുക്ക് വേണ്ടത് പാസ് മാർക്ക് മാത്രമാണ്. പക്ഷേ പാസ് മാർക്കിന് അല്ലാതെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും അല്ലേ? നല്ല മാർക്കോടുകൂടി പാസ്സാകാനായിട്ടിരിക്കുന്നവർ. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ഒരു 7-8 മണിക്കൂറെങ്കിലും നിങ്ങളുടെ സ്റ്റഡി ടൈം കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സമയം അല്ലേ, നിങ്ങൾ ഇനി ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാനുള്ള സമയം തന്നെയാണ്. ടൈം ടേബിൾ വെച്ച് ഇന്ന ദിവസം ഇന്ന മൊഡ്യൂളിൽ ഇത്ര പോർഷൻസ് അങ്ങനെ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. നിങ്ങളൊരു സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് സ്റ്റഡി ടേബിൾ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ടതാണ്. CCയിൽ ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 90 ഡേയ്സ് ബാച്ചാണ്. ആ 90 ഡേയ്സ് ബാച്ചിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു വെൽ സ്റ്റഡി പ്ലാൻ, വെറും ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഒരു വെൽ സ്റ്റഡി പ്ലാനിലൂടെ തന്നെയാണ് നമ്മൾ പോകുക. ധാരാളം റെക്കോർഡഡ് ക്ലാസ് കാണാനാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കണ്ടുപഠിക്കാം. ഇപ്പം നിങ്ങൾ പഠിച്ച പോർഷൻസ് തന്നെയാണ് അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ റെക്കോർഡഡ് ക്ലാസ് കണ്ട് പഠിക്കാനുള്ള സമയം ഇനി നിങ്ങളുടെ മുമ്പിലില്ല. ഇത്രയും ദിവസം സമയം ഉണ്ടായിരുന്നു, ഇനി പക്ഷേ നിങ്ങൾക്ക് അത്രയും സമയം ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന പോർഷൻസ് നമുക്ക് തന്നിരിക്കുന്ന PDF നോട്ട്സ് വെച്ച് പഠിക്കാം. ഇനി എന്നിട്ടും അത് മനസ്സിലായില്ലെങ്കിൽ ആ വരുന്ന ലൈവിൽ അത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മാത്രം നമുക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി? റെക്കോർഡഡ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി അതിനുള്ള സമയമേ ഉള്ളൂ. ഇനിയുള്ള സമയം നമ്മൾ എങ്ങനെ പഠിക്കും? അത് നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നമായിരിക്കും അല്ലേ? ഇനിയുള്ള സമയം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട സമയമാണ്. സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ LBSൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞു പോയ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള എക്സാംസ് ആയിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാംസ് നിലവിലുള്ള പാറ്റേൺ അനുസരിച്ച് ചിലപ്പോൾ വളരെ ഈസി ആവാം. എല്ലാ സബ്ജക്റ്റുകൾക്കും അങ്ങനെ ആവണമെന്നില്ല. എന്നാലും സാധാരണഗതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും ടഫായിട്ടുള്ള എക്സാംസ് തന്നെ വരണമെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പാറ്റേൺസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചില സബ്ജക്റ്റുകൾക്കെങ്കിലും, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ടഫായിട്ടുള്ള ചില സബ്ജക്റ്റുകൾക്കെങ്കിലും ഈ വരുന്ന എക്സാംസ് എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിരിക്കും. ഇനി ഈസി ആയിട്ടാണുള്ള സബ്ജക്റ്റ് ആണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള എക്സാംസ് ആണല്ലോ വരുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ പഠനം പുറകോട്ടാക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പാടും. നമുക്കിത് ഇങ്ങനെ ആവാം എന്ന് നമുക്ക് പറയാനേ പറ്റൂ. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. പക്ഷേ മാറി വരുന്ന പാറ്റേൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ തന്നെ ആവണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അങ്ങനെ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇനിയും ആരംഭിക്കണം. ഇനി കിട്ടില്ലല്ലോ, ഇനി 90 ഡേയ്സ് മാത്രമല്ലേ എൻ്റെ മുമ്പിലുള്ളൂ, ഇനി ഞാൻ അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ സെറ്റ് എക്സാമിൻ്റെ സിലബസ് കവർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് CCയിലോട്ട് ജോയിൻ ചെയ്യാം. കാരണം CCയിൽ 90 ഡേയ്സ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെ ഈ 90 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ലൈവുകളിലൂടെ നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള സകല പോർഷൻസിൻ്റെയും റിവിഷൻ ഇവിടെ നടക്കും അല്ലേ? വെറുതെ റിവിഷൻ നടത്തുവാണോ ചെയ്യുക? അല്ല, എക്സാംസ് വഴിയാണ് റിവിഷൻ നടത്തുക. കാരണം നമുക്ക് ഏതൊരു എക്സാംസിലും നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ്, ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ആസ്പെക്ട്സിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അതുപോലെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം റിവിഷൻ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഒരു എക്സാമിലോട്ട് പങ്കെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 22 നടക്കുന്ന സെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് പോകാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത്. പഠിക്കുക, നന്നായി പഠിക്കുക. ഈ വരുന്ന അവധികളിലൊന്നും മുങ്ങിപ്പോകാനുള്ളതല്ല നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ അവധികളിൽ നിങ്ങളുടെ കുറേ സമയമെല്ലാം നഷ്ടപ്പെടും അല്ലേ? ഈ നഷ്ടപ്പെടുത്തുന്ന സമയം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ അത് തിരിച്ചു പിടിക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കൂ? ആ സമയം മെനക്കെടുത്താനായിട്ട്, അല്ലെങ്കിൽ ആ സമയം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ പോകാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് 3 മണിക്കൂർ പഠിക്കേണ്ടതായിരുന്നു. ആ 3 മണിക്കൂർ എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 മണിക്കൂർ ഞാൻ നാളെയോ നാളത്തെഞ്ഞോ ആയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ സമയം കൂടി നമ്മൾ എന്ത് ചെയ്യണം?
മറ്റേ ദിവസങ്ങളിലായിട്ട് കണ്ടെത്തണം. കാരണം ഈ കഴിഞ്ഞു പോകുന്ന ഓരോ സമയം എന്ന് പറയുന്നത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള സമയമാണ് അല്ലേ. ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്ന് പറയുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ ഒരു ആദ്യ പടിയാണ് സെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെറ്റ് എക്സാം പാസ്സാകുന്നത് വഴി ഈ ഒരു സെറ്റ് എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഏകലവ്യ എക്സാംസ് എഴുതാം, PGT എഴുതാം അല്ലേ. സെയിം സിലബസ്, നിങ്ങൾ സിലബസ് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നമ്മൾ സെറ്റിന് പഠിക്കുന്ന അത്രയും തന്നെ സിലബസാണ് ഏകലവ്യ എക്സാമിനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ KV യുടെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ. KV യുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തീർച്ചയായിട്ടും KV യിൽ എന്തായാലും TGT CTET ഉള്ളവർക്ക് മാത്രമേ TGT എഴുതാൻ സാധിക്കൂ. അങ്ങനെയല്ലാത്തവർക്ക് എന്ത് എക്സാം കൂടി എഴുതാം? ഈ വരുന്ന PGT എക്സാംസ് എല്ലാം എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഇൻ കേസ് HSSTയുടെ നോട്ടിഫിക്കേഷൻ ഒരു 2-3 മാസം, ഇപ്പോൾ ഫെബ്രുവരി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. സാധാരണഗതിയിൽ HSSTയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന മാസങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ HSSTയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് വൈകി കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് എക്സാം കിട്ടിയില്ലല്ലോ, ഇല്ല സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് ആ ചാൻസ് ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ച് 4 വർഷം കളയണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അല്ലേ. ഒരു HSST എക്സാം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത HSST വരിക. ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ HSST എക്സാം ഡേറ്റ് എന്തെങ്കിലും, അതായത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് അങ്ങനെ താമസിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഫെബ്രുവരിയിൽ എക്സാം എഴുതുന്നവർക്ക് നിങ്ങൾക്ക് എഴുതിക്കൂടെ? തീർച്ചയായിട്ടും എഴുതാം. അപ്പോൾ അതിനുള്ള സമയം കൂടിയാണ്. നിങ്ങൾ ഈ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി എന്തായാലും ഈ HSST എനിക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് സെറ്റ് എക്സാം എപ്പോഴെങ്കിലും എഴുതിയെടുത്താൽ മതിയല്ലോ എന്ന്. കാരണം 4 വർഷത്തെ കാലയളവുണ്ടല്ലോ. അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കാനുള്ള സമയമല്ല. എത്രയും നേരത്തെ തന്നെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള വഴിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പഠിക്കുന്നതിലൂടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സെറ്റ് എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ പഠിക്കുന്നത്, അത് പല പല എക്സാംസിന് നിങ്ങളെ പ്രയോജനം ചെയ്യും അല്ലേ. അത് ഇല്ലെങ്കിൽ നെറ്റിൻ്റെ എക്സാമിനുള്ള ഒരു പടിയായിട്ട് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ് അല്ലേ. തീർച്ചയായിട്ടുമാണ് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പഠിച്ച് അവിടെ കളഞ്ഞിട്ടല്ല നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകുക. ആ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഒരു ടീച്ചിങ് ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ജീവിതാവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണ് അല്ലേ. ഒരു ജോലി നമ്മളൊരു ടീച്ചറായി കഴിഞ്ഞാൽ നമ്മുടെ പഠനം നിർത്തുമോ? പഠനം നിർത്തത്തില്ല, അപ്പോഴും നമ്മൾ പഠിക്കും. അപ്പോൾ ഈ പഠനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് തന്നെയാണ് അല്ലേ. ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ള സ്വപ്നത്തിൻ്റെ ആദ്യപടിയാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. ആ സെറ്റ് പഠനം സെറ്റാകാനായിട്ട് ധൈര്യമായിട്ട് CCയിൽ ജോയിൻ ചെയ്യാം. ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. മാത്രമല്ല വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു ടീച്ചർ തന്നെയല്ല. ആ സബ്ജക്റ്റിനകത്ത് എത്രയെല്ലാം സബ്ജക്റ്റുകൾ വരുന്നുണ്ടോ ആ സബ്ജക്റ്റുകൾ ഓരോന്ന് കൈകാര്യം ചെയ്യുന്നത് ഓരോരോ എക്സ്പേർട്ടുകളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകൾ കൊണ്ട് ഏറ്റവും പ്രയോജനകരമായ രീതി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാമിൻ്റെ പഠനം CCയോടൊപ്പം ആകട്ടെ. CCയിൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി നോട്ടുകളായാലും ലൈവ് ക്ലാസ്സുകളായാലും ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കൈക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.